الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവശക്തനായ സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിലുടനീളം കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഓരോ മനുഷ്യന്റെയും ഈ ഭൂമിയിലെ ജീവിതകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നങ്ങളിൽ ഒന്നാണ് വീട് ഉണ്ടാവുക എന്നത്. ഒരു വീട് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലെ അധ്വാനത്തിൻ്റെ വലിയ ഒരു ഭാഗമാണ് ചെലവഴിക്കുന്നത്. പലപ്പോഴും ജീവിതത്തിൽ വലിയ കടക്കാരനാവുന്നതും ജീവിതത്തിൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെടുന്നതുമൊക്കെ വീടിൻ്റെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ടാണ് എന്ന് അനുഭവങ്ങളിലൂടെ നമുക്കെല്ലാവർക്കും അറിയാം. വീട് ഒരു സ്വർഗമാവണം എന്നതാണ് മനുഷ്യരൊക്കെ വിചാരിച്ചു വച്ചിരിക്കുന്ന ഒരു ആശയം. ഈ ആശയത്തിലേക്ക് വേണ്ടി അവനവനെ കൊണ്ട് ഏറ്റിയാൽ പൊന്താത്ത, കൊക്കിലൊതുങ്ങാത്ത, ഒരു നിലക്കും അവനവന്റെ വരുമാനവുമായിട്ട് ക്രമപ്പെടുത്തി പോകാൻ കഴിയാത്ത അത്ര വലിയ ചെലവുകളാണ് വീടിൻ്റെ പേരിൽ പലപ്പോഴും മനുഷ്യൻ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ നിർമ്മാണമൊക്കെ കഴിയുമ്പോൾ സമാധാനത്തോടെ ഒരു രാത്രി കടന്നുറങ്ങാൻ കഴിയാതെ കടക്കാരുടെ വാക്കും മുട്ടും കത്തുമൊക്കെ കണ്ട് ആത്മഹത്യയിലേക്ക് പോകുന്ന ആളുകളും നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട്. കോടികൾക്ക് വീടുണ്ടാക്കിയിട്ട് അവസാനം കിട്ടിയ വിലക്ക് വിൽക്കുമ്പോൾ അവർ പറയുന്ന ന്യായം സമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങാലോ, അതിനു വേണ്ടിയാണ് എന്നാണ്. അപ്പോൾ വീട് എന്നത് ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളിലൊന്നാണ്. അള്ളാഹുവിൻ്റെ ദീന് അത് അംഗീകരിക്കുന്നു. നമ്മുടെ രാജ്യവും രാജ്യത്തിൻ്റെ ഭരണഘടനയും ഒക്കെ
ഓരോ പൗരനും പാർക്കാൻ ഒരു വീടുണ്ടാവുക എന്നത് അടിസ്ഥാന ആവശ്യമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ ആർക്കും അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ എന്തിനാണ് വീട്, എങ്ങനെയാവണം വീട് എന്നിടത്ത് ഒരു മുസ്ലിമിന് ചില കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട്, കാഴ്ചപ്പാടുകൾ ഉണ്ടാവണം. വീട് എന്നത് ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായ സമാധാനപരമായ ജീവിതത്തിന്, അവൻ്റെ സ്വകാര്യ ജീവിതത്തിന് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ആവശ്യമാണ്. വീടിനെ കുറിച്ച് പറഞ്ഞിടത്ത് അല്ലാഹു തആല പറഞ്ഞത് വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതിക്കും സകന, അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ സമാധാനം ഉണ്ടാക്കി തന്നിട്ടുണ്ട് എന്നാണ്. എത്ര വലിയ ഹോട്ടലുകളിലൊക്കെ എത്ര വില കൊടുത്ത് വലിയ റൂം എടുത്ത് താമസിക്കുന്നതിനേക്കാൾ ഒരു ശരിയായ മനുഷ്യന് അവൻ്റെ വീടിൻ്റെ, അവൻ്റെ ജീവിതത്തിൻ്റെ സമാധാനം കിട്ടുക അവൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോഴാണ്. അവിടെ എന്തൊക്കെ സൗകര്യക്കുറവുണ്ടെങ്കിലും ശരി, ആ വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു മനുഷ്യന് കിട്ടുന്ന വലിയ ഒരു സമാധാനമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു വചനമുണ്ട്. പ്രവാചകൻ പറഞ്ഞു, അസ്സഫറു ഖിത്അത്തും മിനൽ അദാബ്. ഈ യാത്ര എന്ന് പറയുന്നത് അത് ശിക്ഷയുടെ, അദാബിന്റെ ഒരു കഷ്ണാണെന്നാണ്. ഒരു യാത്രാവേളയിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒട്ടനവധിയാണ്. യാത്ര എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്നത്തെ പോലത്തെ ചെറിയ യാത്രകളല്ല, ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പായ്ക്കപ്പലുകളിലും ഒട്ടകപ്പുറത്തുമൊക്കെയായിട്ട് അങ്ങനെ നീണ്ടു കിടക്കുന്ന പ്രയാസങ്ങൾ മാത്രം അഭിമുഖീകരിക്കേണ്ടി വരുന്ന യാത്രകൾ. നമ്മളുമൊക്കെ എത്ര സുഖകരമായി പണം കൊടുത്ത് ചെലവഴിച്ചാലും ചിലപ്പോഴും നമ്മുടെ യാത്രകളൊക്കെ പ്രതിസന്ധിയിലേക്കും പ്രയാസങ്ങളിലേക്കും കൂപ്പുകുത്തി വീഴാറുണ്ട്. റസൂൽ പറയുന്നത് യാത്ര അങ്ങനെയാണ്. യംനഉ അഹദുക്കും നൗമഹു വതഅമഹു വശറാബഹു. അതവന്റെ ഉറക്കത്തെ ഇല്ലാതാക്കും. ചിലപ്പോൾ ഭക്ഷണം കിട്ടാതെ വരും, ചിലപ്പോൾ വെള്ളം പോലും കുടിക്കാൻ കിട്ടാതെ വരും, വലിയ അദാബാവും. ഫൈദാ ഖലാ അഹദുക്കും നഹ്മതഹു മിൻ സഫരി. അങ്ങനെ ഓരോരുത്തരും അവനവന്റെ യാത്രയുടെ ലക്ഷ്യം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഫൽയുഅജ്ജിൽ റുജൂഅ ഇലാ അഹ്ലി, പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങി വരണമെന്നാണ് യാത്രയുടെ ലക്ഷ്യം. അവൻ ചെയ്യേണ്ട ഏതായാലും വന്നാലേ സംഗതി കഴിഞ്ഞല്ലോ, ഇനി 4 ദിവസമൊക്കെ കറങ്ങിയിട്ട് ഒന്ന് ഉഷാറായിട്ടൊക്കെ പോയാൽ മതി എന്ന് നിശ്ചയിക്കുന്നതിന് പകരം നമ്മുടെ ആവശ്യം നിർവഹിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടിലേക്ക് വരിക. നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ഒക്കെ അതിൻ്റെ ശരിയായ രൂപത്തിലേക്ക് തിരിച്ചു പോകാൻ നമ്മുടെ ഭക്ഷണക്രമങ്ങളും നമ്മുടെ ഉറക്കിൻ്റെ ക്രമങ്ങളും കുടുംബത്തോടുള്ള നമ്മുടെ ബന്ധങ്ങളും നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ ബാധ്യതകളും അതൊക്കെ നിർവഹിക്കാൻ നമ്മൾ പെട്ടെന്ന് വീട്ടിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ വീട് എന്നത് അത്രമേലൊരു മനുഷ്യന് പ്രിയപ്പെട്ടതും ആവശ്യമുള്ളതുമായി തീരണം. ഒന്ന്, അതിന് പറ്റിയതാകണം അവൻ്റെ വീട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അർബഉ മിനസ് സആദത്തി, 4 കാര്യങ്ങൾ ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങളിൽപ്പെട്ടതാണ്. അർബഉ മിനസ് സആദ, 4 കാര്യങ്ങൾ ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങളിൽപ്പെട്ടതാണ്. ഒന്ന്, അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹായ ഒരു ഭാര്യ വീട്ടിലുണ്ടാവുക. ചൊറുക്കുള്ള ഭാര്യ എന്നല്ല, പണക്കാരിയായ ഭാര്യ എന്നല്ല, സ്വാലിഹായ ഒരു ഭാര്യ. അതായത് വീടിനെയും വീട്ടിലുള്ളവരെയും സ്വർഗത്തിലേക്ക് വിളിച്ചുണർത്താനും വിളിച്ചു കൊണ്ടുപോകാനും പറ്റുന്ന തെഖ്വയുള്ള പരലോകബോധമുള്ള സ്വാലിഹായ ഒരു ഭാര്യ വീട്ടിലുണ്ടാവുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്നാണ്. രണ്ടാമത്തേത് അൽ മസ്കനുൽ വാസിഅ, വിശാലമായ ഒരു വീട്. വിശാലമായ വീട് പറഞ്ഞാൽ ഒരു 10,000 സ്ക്വയർ ഫീറ്റിലെ വീട് എന്നല്ല. ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാനുള്ള വീട്. വലിയ വീടായിട്ടും വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ വല്യമ്മ പരാതി പറഞ്ഞത്, എത്ര വലുതായിട്ടെന്താ അവനെ 2 റക്അത്ത് നിസ്കരിക്കാൻ ഈ പെരയിൽ പറ്റണില്ല. ഹോം തിയേറ്റർ, ആകപ്പാടെ ബഹളം, പാട്ട്, അങ്ങനെ ആയിട്ട് ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ സ്ഥലമായിട്ട് വല്യമ്മ മുസല്ലിയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ആ വീട് വിശാലമായ വീടല്ല. വിശാലമായ വീടെന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യത്തിന് നമ്മളെ സഹായിക്കുന്ന വീടാണ്. അപ്പം നിങ്ങളൊരു ഹോട്ടൽ കച്ചവടം ആരംഭിക്കുകയാണ്, ടൗണിൽ ഒരു വീടെടുത്തിട്ട് അല്ലെങ്കിൽ റൂം എടുത്തിട്ട് നിങ്ങളൊരു റെസ്റ്റോറൻറ്റ് ആരംഭിക്കുകയാണ്.
ഒരു റെസ്റ്റോറന്റ് ആരംഭിക്കുമ്പോൾ ആ റെസ്റ്റോറന്റിൽ നിങ്ങൾ എന്തൊക്കെ സൗകര്യങ്ങളാണ് വേണ്ടത്? വൈദ്യുതി വേണം, വെള്ളം വേണം, ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള അതിനാവശ്യമായ സൗകര്യങ്ങൾ വേണം. അങ്ങനെ ഒരു റെസ്റ്റോറന്റ് ഒരുക്കുമ്പോൾ അതിനെന്തൊക്കെ സൗകര്യങ്ങൾ വേണമെന്നത് ആ റെസ്റ്റോറന്റ് ഒരുക്കുന്ന ആൾക്കറിയാം. ഈ സൗകര്യങ്ങൾ ഒരുക്കാതെയാണ് നമ്മുടെ റൂം ഒരുക്കിയതെങ്കിൽ കച്ചവടം മുന്നോട്ട് പോകില്ല. ഒരു സ്റ്റേഷനറി കടയാണ്, അല്ലെങ്കിൽ ഒരു ഫുട്വെയർ ആണ്, അല്ലെങ്കിൽ മറ്റൊരു സാനിറ്ററി ആണ്, എന്തിനു വേണ്ടിയാണെങ്കിലും ഒരു റൂം ഒരുക്കുമ്പോൾ അതിനാവശ്യമായ രൂപത്തിൽ ഒരുക്കിയിട്ടില്ലെങ്കിൽ സംഗതി നഷ്ടവും. അതേപോലെ ഒരു മനുഷ്യൻ വീട് വെക്കുമ്പോൾ അവന്റെ മനസ്സിലുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താ പറയുക? എൻ്റെ വീട് സ്വർഗ്ഗമാവണമെന്നല്ല, എനിക്ക് സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴിയാവണം എൻ്റെ വീട്. എനിക്ക് സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴിയാവണം എൻ്റെ വീട്. ഞാൻ ആ വീട്ടിലായിരിക്കുമ്പോൾ ഞാൻ സ്വർഗത്തിലേക്കുള്ള യാത്രയിലാവണം. അതാണ് അൽ ബൈത്തുൽ വാസ്യ എന്ന് പറഞ്ഞാൽ, അൽ മസ്കനുൽ വാസ്യ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള യാത്രക്ക് വന്നാൽ തന്നെ അപ്പൊ തന്നെ ടി വി ഇട്ട് എല്ലാ ചാനലും എന്തും കിട്ടുന്ന വീട് അത് ഈ വാസിയായ വീടാവൂല. സമാധാനത്തോടെ ആരാധനകൾ നിർവഹിക്കാൻ പറ്റാത്ത വീട് അത് വാസിയായ വീടാവൂല. ഒരു ജമാഅത്ത് നിസ്കാരങ്ങൾക്ക് പള്ളിയുമായിട്ട് ബന്ധപ്പെടാൻ പറ്റാത്ത വീട് അത് വാസിയായ വീടാവൂല. വാസിയായ വീട് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള യാത്രക്ക് പറ്റിയ വീടാവുക. തീർന്നില്ല. വൽ മർക്കബുൽ ഹനി എന്ന് പറഞ്ഞാൽ ഒരു വാഹനം, നല്ല ഒരു വാഹനം, എപ്പോഴും കേടുവരാത്ത, നമ്മുടെ ചെലവിൽ ഒതുങ്ങുന്ന, നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന. പഴയ കാലത്ത് റസൂൽ ഇത് പറയുന്ന കാലത്ത്, അന്നത്തെ കാലത്തെ വാഹനം മൃഗങ്ങളാണ്. അതായത് ഇണങ്ങിയ, ഉപകാരത്തിന് പറ്റുന്ന നല്ല ഒരു വാഹനം ഒരു മനുഷ്യൻ ഉണ്ടാവുക എന്നുള്ളത് അത് അവന്റെ ജീവിതത്തിന്റെ സൗഭാഗ്യമാണ്. അതേപോലെ തന്നെ വൽജാറു സ്വാലിഹ്, വൽജാറു സ്വാലിഹ്, ഒരു സ്വാലിഹായ അയൽവാസി ഉണ്ടാവുക. നമുക്ക് നിസ്കരിക്കാൻ പോവല്ലേ, വരി നമുക്കത് പോവാ. അങ്ങനെ പള്ളിയിലേക്ക് വിളിക്കാൻ പറ്റുന്ന, കൂടിയിരിക്കുമ്പോൾ അള്ളാഹിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്ന, അള്ളാഹിന്റെ ദീനിൽ ഒന്നിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന സ്വാലിഹായ ഒരു അയൽവാസി ഉണ്ടാവുക. ഈ 4 കാര്യങ്ങൾ ഒരു മനുഷ്യൻ ഉണ്ടായാൽ അവന്റെ ജീവിതത്തിലെ ഭൂമിയിൽ കിട്ടാവുന്ന സൗഭാഗ്യങ്ങളൊക്കെ ആയിന. സ്വാലിഹായ ഭാര്യ, അള്ളാഹുവിനെ ഇബാദത്തെടുക്കാനും ദീനിലായിട്ട് ജീവിക്കാനും പറ്റുന്ന വാസിയായ ഒരു വീട്, സ്വാലിഹായ ഒരു അയൽവാസി, തൻ്റെ ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു വാഹനം. ഇത് 4 ഒരു മനുഷ്യൻ ഉണ്ടായാൽ അത് ഒരു മനുഷ്യന്റെ സൗഭാഗ്യങ്ങളിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ വാർബഉ മിനശ് ഷഖാവ, 4 കാര്യങ്ങൾ മനുഷ്യന്റെ കഷ്ടകാലത്തിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുക. ആ 4 ഉണ്ടായാൽ ഓന്റെ കാര്യം അടങ്ങേറായി. ഇപ്പൊ ഏതാ നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞിൽ നേരെ എതിര് 4. പെരിയിലെ പെണ്ണുങ്ങൾ ഈ സ്വാലിഹല്ലാത്ത ദുന്യാവിന്റെ പിന്നാലെ മാത്രം നടക്കുന്ന ആഡംബരങ്ങളും ആഘോഷങ്ങളും സൗന്ദര്യങ്ങളും വേണ്ടാത്തരങ്ങളും അങ്ങനെ നടക്കുന്ന ഒരു പെണ്ണ് പെരിയിലുണ്ടെങ്കിൽ അവൻ കഴിച്ചതായി എന്നർത്ഥം. രണ്ടാമത്തേത് വീട്, അള്ളാഹുവിന്റെ മാർഗത്തിന് പറ്റാത്ത, ദീനിന്റെ കാര്യത്തിൽ ഇടുങ്ങിയ വീട് ഒരു മനുഷ്യനുണ്ടാകും. മസ്കനുൽ ലയ്യിഖ് എന്നാ പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ വീട് പറഞ്ഞാൽ അവിടെ വെച്ച് ഇബാദത്തുകൾ, ചില ആൾക്കാർ ഒരായത്ത് ഓതാൻ ഈ പെരിയിൽ പറ്റൂല, ഒരു റക്അത്ത് നിസ്കരിക്കാൻ ഈ പെരിയിൽ പറ്റൂല, നമ്മളൊക്കെ തന്നെ പറയലുണ്ട് ചിലപ്പോഴൊക്കെ. അങ്ങനത്തെ ഒരു വീട് ഒരാൾക്ക് ഉണ്ടായാൽ അയാളുടെ ജീവിതത്തിൽ ഇബാദത്ത് ഉണ്ടാവില്ല. അതേപോലെ വൽ ജാറുൽ വൽ മർക്കബു സൂ, എന്താ മർക്കബു സൂ പറഞ്ഞാല് എടങ്ങേറാക്കുന്ന ഒരു വാഹനം. എവിടെ പോയാലും റോട്ട് കിടക്കും, പൈസ ഫുള്ളായ്മ ചെലവാകുക, അങ്ങനെ എടങ്ങേറാകുന്ന ഒരു വാഹനം. ഇപ്പൊ നമ്മക്ക് തന്നെ അറിയാലോ, 4 കാര്യങ്ങൾ എടങ്ങേറായാൽ ജീവിതം ദുസ്സഹായി. ഒന്ന്, പെരയിലെ പെണ്ണുങ്ങൾ സുഖമില്ലാതെ പറഞ്ഞ രോഗമല്ല, നന്നായിട്ട് മുസ്ലിമായിട്ട് ജീവിക്കാൻ അനുവദിക്കാത്ത, അതിനുള്ള അവസരം ഒരുക്കാത്ത ഒരു ഭാര്യ, ഒരു ഇണ, ഭാര്യ എന്നല്ല തിരിച്ചു ആവാ, ഒരു ഇണ വീട്ടിലുണ്ടാവുക. രണ്ടാമത്തേത് അയൽവാസി എപ്പോഴും ശല്യക്കാരനായ ഇടങ്ങേറാക്കുന്ന ഒരു അയൽവാസി ഉണ്ടാവുക. 3, ഒരു സുഖം തരാത്തൊരു വാഹനം ഉണ്ടാവുക. 4, നമ്മുടെ വീട്, നമ്മുടെ ഇബാദത്തുകൾക്ക് സ്വർഗത്തിലേക്കുള്ള യാത്രക്ക് പറ്റാത്തൊരു വീടുണ്ടാവുക. അല്ലേ? ഇത് 4 ഒരാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഓൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം കഴിഞ്ഞ് ഈ ദുന്യാവിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വീട് എപ്പോഴും അത് നമുക്ക് നാളെ പരലോകത്തേക്ക് ഉപകരിക്കുന്ന ഒരു വീടാവണം. ആ രൂപത്തിലാവണം നമ്മുടെ വീടിൻ്റെ നിർമ്മാണവും അതിൻ്റെ സംവിധാനവും അതിലെ കാര്യങ്ങളുമൊക്കെ. അപ്പം നമ്മളൊരു യാത്ര, എയർപോർട്ടിലേക്ക് ഒരു യാത്ര പോകണം, നാളെ രാവിലെയാണ് ഫ്ലൈറ്റ്, ഇന്ന് വൈകുന്നേരം നമുക്ക് റൂം എടുത്ത് താമസിക്കണം.
നമ്മൾ ആ റൂമിൽ എന്തൊക്കെ, ആ താമസിക്കുന്ന റൂമിൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് നമുക്ക് വേണ്ടത്? പെട്ടെന്ന് പോകാൻ പറ്റുന്ന വാഹന സൗകര്യങ്ങൾ ഉണ്ടാവണം, രാവിലെ പെട്ടെന്ന് ഒരുങ്ങാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം, നമുക്ക് ആവശ്യമായ ഭക്ഷണം കിട്ടണം, പരിസരങ്ങളിൽ ഇടങ്ങേറുകളും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുത്. ഇത്ര മതി, അത്രേ സൗകര്യം മതി. കാരണം നാളെ രാവിലെ പോകാനുള്ളതാ. ഇത് നാളെ രാവിലെ പോവോ ഇന്ന് രാത്രി പോവോ ഇപ്പൊ പോവോ എന്നറിയാത്ത മനുഷ്യന്മാരെ നമ്മൾ. എപ്പോഴാ പോകുക എന്നറിയില്ല, എപ്പോഴും പോയേക്കാം. അങ്ങനെ പോകുന്ന നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ ആ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്നത് ലക്ഷങ്ങളോ കോടികളോ മുടക്കി ആഡംബരം കൂട്ടുക എന്നതിനപ്പുറം ആ വീട്ടിൽ നമ്മുടെ സ്വർഗത്തിലേക്കുള്ള യാത്രക്ക് ഉപകരിക്കുന്ന എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ടായിരിക്കണം. പലപ്പോഴും ഇപ്പോഴും ഒരു വീട്ടിലൊരാൾ മരിച്ചാൽ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി പുറത്തേക്ക് കുഴി കുത്തുന്ന ഒരുപാട് വീടുകളെ നമ്മൾ കാണാറില്ലേ? എന്താ ഒരു മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റിയത്? ഒരു ബാത്റൂം ആ വീട്ടിലുണ്ടായ എന്താ കുഴപ്പം? ആ വീട്ടിലുള്ള എല്ലാവരും മരിക്കൂലേ? ആ വീട്ടിലുള്ള ഒരാളും മരിക്കാത്തവരായിട്ട് ബാക്കി ഉണ്ടാവില്ലല്ലോ. മരണം മാത്രമല്ല, നിസ്കരിക്കാൻ സൗകര്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങൾ വീട്ടിൽ നിസ്കരിക്കണം. എങ്ങനെ വീട്ടിൽ നിസ്കരിക്കണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, നിങ്ങൾ നിസ്കരിക്കാത്ത വീട് അത് ഖബറിടം പോലെയാണ്. അൻ സയ്യിദ് ഇബ്നു സാബിത്ത് ഫസ്വല്ലു അയ്യുഹന്നാസ് ഫീ ബുയൂതികും, ഫസ്വല്ലു അയ്യുഹന്നാസ് ഫീ ബുയൂതികും, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിസ്കരിക്കണം. ഫഇന്ന അഫ്ളല സ്വലാത്തി സ്വലാത്തുൽ മർഇ ഫീ ബൈതിഹി ഇല്ലൽ മക്തൂബ. ചില വീട്ടിലൊക്കെ പോയിട്ട് നേരം വൈകിയ സമയത്തൊക്കെ കൂടെ നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടോ ചോദിച്ചാൽ വീട്ടുകാരാകെ അല്ലൻകുല നിസ്കരിക്കാൻ മുസല്ലുണ്ടോ മുസല്ലല്ല എവിടെ ഒന്നും ഒരു പിടുത്തുണ്ടാവില്ല. അപ്പൊ നമുക്കടെ തോന്നും ഈ വീട്ടിൽ ആരും നിസ്കരിക്കലില്ലേ? ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യത്തിലാണ് അടുക്കള 1, 2, 3, പിന്നെ ഡൈനിങ് ഹാൾ വേറെ, ചെറുത് വേറെ, വലുത് വേറെ, 3, 4 നേരം ഭക്ഷണം കഴിക്കുക. 5 നേരം ഒരു മനുഷ്യന് ഫർള്, അതിന്റെ അപ്പുറപ്പുറം സുന്നത്തുകളൊക്കെ ആ വീട്ടിൽ നിസ്കരിക്കപ്പെടാറില്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഫസ്വല്ലു അയ്യുഹന്നാസു ഫീ ബുയൂതികും, ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിസ്കരിക്കണം കേട്ടോ. ഏത് നിസ്കാരം? ഫഇന്ന അഫ്ളല സ്വലാത്തി സ്വലാത്തുൽ മർഇ ഫീ ബൈതിഹി ഇല്ലൽ മക്തൂബ. ഫറള് അല്ലാത്ത നിസ്കാരങ്ങൾ, ജമാഅത്തായിട്ട് നിസ്കരിക്കേണ്ടതല്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങൾ. ഏതാ ജമാഅത്തായി നിസ്കരിക്കേണ്ട സുന്നത്ത് നിസ്കാരങ്ങൾ? പെരുന്നാൾ നിസ്കാരം, മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം, അതേപോലെ പിന്നെ നമ്മൾ റമളാനിന്റെ രാത്രിയിലെ തറാവീഹ് നിസ്കാരം, ഇത്തരം നിസ്കാരങ്ങളൊക്കെ അതൊക്കെ നമുക്ക് പള്ളിയിലോ പൊതുവായ മുസല്ലകളിലോ ജമാഅത്തായിട്ട് നിസ്കരിക്കേണ്ട നിസ്കാരങ്ങളാണ്. ഇതല്ലാത്ത ഒറ്റക്ക് നിസ്കരിക്കേണ്ട നിസ്കാരങ്ങളൊക്കെ ഏറ്റവും നല്ലത് വീട്ടിൽ നിസ്കരിക്കലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് കേട്ടാൽ വീട്ടിൽ നിന്ന് നിസ്കരിക്കാം. ഫർള് നിസ്കരിക്കാൻ പ്രവാചകന്റെ സുബഹി നമസ്കാരത്തെ കുറിച്ച് പറയുന്നിടത്ത് വളരെ കൃത്യമായ ഹദീസുകൾ കാണാം. പ്രവാചകൻ ബാങ്ക് കേട്ടാൽ 2 റക്അത്ത് നിസ്കരിക്കും. ചുരുക്കി ചെറുതായിട്ട് 2 റക്അത്ത് വീട്ടിൽ നിന്ന് നിസ്കരിക്കുക. വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് പ്രവാചകൻ കുറച്ചു നേരം കിടക്കും. പള്ളിയിൽ നിന്ന് ഇഖാമത്തിന്റെ സമയമാകുമ്പോൾ പ്രവാചകൻ എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോകും. അതേപോലെ ളുഹ്ർ, അസ്ർ ഇങ്ങനെയൊക്കെ ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കുക. ഫർള് നിസ്കരിക്കാൻ പള്ളിയിലെത്തുക, അത് കഴിഞ്ഞിട്ടുള്ള സുന്നത്ത് നിസ്കാരം വീട്ടിൽ നിന്ന് നിസ്കരിക്കുക. അപ്പോ ഫസ്വല്ലു അയ്യുഹന്നാസ് ഫീ ബുയൂതികും ഫഇന്ന അഫ്ളല സ്വലാത്തി സ്വലാത്തുൽ മർഇ ഫീ ബൈതിഹി ഇല്ലൽ മക്തൂബ. ഫർള് നിസ്കാരങ്ങൾ പുരുഷന്മാർ വീട്ടിൽ നിന്ന് നിസ്കരിക്കരുത്. ഫർള് നിസ്കാരം ഒരു പുരുഷൻ വീട്ടിൽ നിന്ന് നിസ്കരിക്കണമെങ്കിൽ തക്കതായ ശറഅ അംഗീകരിക്കുന്ന, ഇസ്ലാമിക നിയമങ്ങൾ അംഗീകരിക്കുന്ന കൃത്യമായ ഒരു കാരണം വേണം. രോഗം, അല്ലെങ്കിൽ മഴ, അല്ലെങ്കിൽ ശക്തമായ ചൂട്, അല്ലെങ്കിൽ ശക്തമായ കാറ്റ്, പൊടിക്കാറ്റ്, പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, ശാരീരികമായ അത്രയും വലിയ അവശത, ഇതൊക്കെ ഉണ്ടെങ്കിലേ ഒരു വ്യക്തി വീട്ടിൽ നിന്ന് ഫർള് നിസ്കരിക്കാവൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അവസാന നാളുകളിൽ ഒന്നിൽ യശാ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ഒളിവെടുത്ത് പോകാൻ വേണ്ടി ശ്രമിച്ച് ബോധം കെട്ട് വീണ്, പിന്നെയും ശ്രമിച്ച്, പിന്നെയും ബോധം കെട്ട് വീണ്, പിന്നെയും ശ്രമിച്ച്, പിന്നെയും ബോധം കെട്ട് വീണ്, 3ാമത്തെ പ്രാവശ്യവും തനിക്ക് പള്ളിയിലേക്ക് എത്താൻ കഴിയില്ല എന്ന് ബോധ്യമായപ്പോഴാ പ്രവാചകൻ അവിടെ നിസ്കരിക്കാൻ നിസ്കരിച്ചോളി, എന്നെ കാത്തിക്കണ്ട പറഞ്ഞത് അല്ലേ? അപ്പോ ഫർള് നിസ്കാരങ്ങൾ പുരുഷന്മാർ, സ്ത്രീകൾക്ക് വീട്ടിൽ നിസ്കരിക്കാം, അവർക്കത് നിർബന്ധമില്ല. പക്ഷേ സ്ത്രീകൾക്കും പള്ളിയിൽ വന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കാം. നമ്മുടെ നാട്ടിലൊക്കെ സ്ത്രീകൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. സ്ത്രീക്ക് പള്ളിയിൽ പോകണം എന്നൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി വാദപ്രതിവാദങ്ങളും അടിയും പിടിയൊക്കെ സഹിച്ച ആൾക്കാരാണ് നമ്മൾ.
നമ്മുടെ നാട്ടിൽ ഈ പള്ളി സ്ഥാപനമൊക്കെ ഉണ്ടാവാനുള്ള കാരണം തന്നെ സ്ത്രീകളെ പള്ളിയിൽ നിന്ന് വിലക്കിയതുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകണം, പോകൽ പുണ്യമാണ് എന്നൊക്കെ പഠിപ്പിക്കപ്പെട്ടവരായിട്ട് പോലും നമ്മുടെ എത്ര സ്ത്രീകൾ പള്ളിയിൽ പോയി നിസ്കരിക്കാറുണ്ട്? ആകെ ജുമാക്ക വരിക, പിന്നെ നോമ്പിന് തറാവീഹിന വരിക. അതിനേക്കാളിലൊക്കെ ശ്രേഷ്ഠമല്ലേ ഫർള് നിസ്കാരങ്ങൾ? അവ സാധിക്കുന്ന സമയത്ത് സ്ത്രീകൾക്കും പറ്റുമെങ്കിൽ, സൗകര്യങ്ങളും സുരക്ഷിതത്വവും ഉണ്ടെങ്കിൽ അവർക്കും പറ്റുമെങ്കിൽ പള്ളിയിൽ വന്ന് നിസ്കരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത്, പ്രവാചകന്റെ കാലത്തെ സ്ത്രീകൾ പറയുന്നുണ്ട്, ഞങ്ങൾ ഒന്നായിട്ട് മൂടുപടമണിഞ്ഞ് ഇരുട്ടത്താണ് പള്ളിയിലേക്ക് സുബഹി നിസ്കരിക്കാൻ വരിക. നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴും ഞങ്ങളുടെ കൂടെയുള്ളത് ആരാണ് എന്ന് ഞങ്ങൾക്ക് അറിയാറില്ല, ഇരുട്ടുകൊണ്ട്. അങ്ങനെ ഇരുട്ടുള്ള രാത്രിയിൽ അവർ പള്ളിയിൽ വന്ന് നിസ്കരിച്ചു. നമുക്കിഷ്ടം പോലെ വെളിച്ചം ഉണ്ടല്ലോ. അപ്പോൾ സ്ത്രീകൾക്കും 5 നേരത്തെ നിസ്കാരം ജമാഅത്താക്ക പള്ളി നിസ്കരിക്കാം. പള്ളിയിലെ നിസ്കാരത്തിന്റെ കൂലി, ജമാഅത്തിന്റെ കൂലി, പള്ളിയിലേക്ക് വരുന്ന കൂലി, ഇതൊക്കെ എന്തിനാ നഷ്ടപ്പെടുന്നത്? ഇനി എപ്പോഴും വരണമെന്നില്ല. പുരുഷനെ പോലെ അതൊരു നിർബന്ധമായ കാര്യമായി പഠിപ്പിച്ചിട്ടില്ല. ഒരു സ്ത്രീക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവാം. നേരം പള്ളിയിലേക്ക് ഓടാൻ പറ്റാത്ത തിരക്കുകൾ വീട്ടിലുണ്ടാവാം. ആയിക്കോട്ടെ, വീട്ടിൽ നിസ്കരിച്ചോളി, പക്ഷെ നിസ്കരിക്കണം. പുരുഷനെ സംബന്ധിച്ച് ഫർള് പള്ളിയിലെത്തണം, സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിൽ നിസ്കരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇജ്അലൂ ഫീ ബുയൂതികും മിൻ സ്വലാത്തികും, നിങ്ങൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കണം കേട്ടോ. വലാ തത്തഖിദൂഹാ ഖുബൂറൻ, നിങ്ങളുടെ വീടുകൾ നിങ്ങൾ ഖബറുകളാക്കരുത്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഖബറിന്റെ അടുത്ത് നിസ്കരിക്കാൻ പാടില്ല. ഒരു സ്ഥലത്ത് ഖബറുണ്ടെങ്കിൽ ആ ഖബറിന്റെ അടിയിൽ നിന്ന് ഫർള് നിസ്കരിക്കാൻ പാടില്ല. ആ മയ്യത്തിന് വേണ്ടിയുള്ള നിസ്കാരമാണെങ്കിൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ആവാം, അല്ലാതെ ഫർള് നിസ്കാരം ഖബറിന്റെ അടുത്ത് നിസ്കരിക്കാൻ പാടില്ല. അതേപോലെ നിസ്കാരമില്ലാത്ത ഇടങ്ങളായിട്ട് നിങ്ങളെ വീടുകളെ മാറ്റരുത് എന്നർത്ഥം. അവിടെ നിങ്ങൾ നിസ്കരിക്കണം. നിസ്കരിക്കാതെ ആ വീടുകൾ നിങ്ങൾ ഖബറുകളാക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ വീടുകളിൽ ഖുർആൻ പാരായണം ഉണ്ടാവണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറയാണ്, വലാ തജ്അലൂ ബുയൂതകും മഖാബിറ ഇന്നശ്ശൈത്വാൻ യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇന്നശ്ശൈത്വാന യൻഫിറു മിനൽ ബൈത്തി ലാ തജ്അലൂ ബുയൂതകും മഖാബിറ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖബറിടങ്ങളാക്കരുത്. അവിടെ ഖുർആൻ ഓതാതിരിക്കുക, ഖബറിങ്ങ പോയിട്ട് അങ്ങനെ അവിടെ അങ്ങനെ കത്തപ്പുര കെട്ടി വീട് വെച്ച് അവിടെ ഖുർആൻ ഓതി ഇരിക്കുന്നതൊക്കെ തെറ്റാ. അത് റസൂലുള്ളാഹി വിരോധിച്ചതാ. അപ്പോൾ റസൂൽ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഖബറുകളെ, നിങ്ങളുടെ വീടുകളെ ഖബറുകളാക്കരുത്, പകരം നിങ്ങൾ ആ വീട്ടിൽ ഖുർആൻ ഓതണം. ഇന്ന ശൈത്വാൻ യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ ഓതുന്ന വീടുകളിൽ നിന്ന് പിശാച് ഇറങ്ങി ഓടുന്ന. നമ്മുടെയൊക്കെ വീട്ടിൽ സൂറത്തുൽ ബഖറ ഓതിയിട്ട് എത്ര കാലായി? ചിലപ്പോൾ കഴിഞ്ഞ റമളാനിലെങ്കിലും ആരെങ്കിലും ഓതിയതേക്കാരാണ് അല്ലേ? അപ്പൊ സൂറത്തുൽ ബഖറ, അതേപോലെ വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ അത് വീടുകളിൽ ഓതണമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. രാത്രി പ്രവാചകൻ പറഞ്ഞു, രാത്രി നിങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞ് വീടിന്റെ വാതിലടക്കുമ്പോൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് വാതിലടക്കണം. കാരണം ഫൈന്ന ശൈത്വാന ലാ യഫ്തഹു ബാബൻ മുഅല്ലഖൻ, അങ്ങനെ ആ രൂപത്തിൽ അടക്കപ്പെട്ട ഒരു വാതില് പിശാച് തള്ളി തുറന്ന് അതിന്റെ ഉപദ്രവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് രാത്രിയിൽ നിങ്ങളുടെ വീടിന്റെ വാതിലടക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. വീട്ടിലെ വെള്ളപാത്രങ്ങൾ, വെള്ളം ഒഴിച്ചു വെക്കുന്ന, ഭക്ഷണം വെക്കുന്ന പാത്രങ്ങളൊക്കെ രാത്രിയിൽ ബിസ്മി ചൊല്ലിക്കൊണ്ട് അടച്ചു വെക്കണമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു അല്ലേ? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴും വീട്ടിലേക്ക് കയറി പോകുമ്പോഴും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും ഇദാ ദഖൽതും ബുയൂതൻ ഫസല്ലിമു അലാ അൻഫുസികും തഹിയ്യത്തൻ മിൻ ഇൻദില്ലാ, നിങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോൾ ആ വീട്ടിലുള്ളവർക്ക് അള്ളാഹുവിൻ്റെ ആ നല്ല മനോഹരമായ തഹിയ്യത്തോടു കൂടി നിങ്ങൾ വീട്ടിലേക്ക് കയറണമെന്ന് അള്ളാഹു തആല ഖുർആനിൽ പഠിപ്പിച്ചു. എത്ര ആൾക്കാരുണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ സലാം പറയുന്ന ആൾക്കാർ? അങ്ങാടിയിൽ കാണുന്നവരോടൊക്കെ സലാം പറയും. പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നൊക്കെ വന്ന ആൾക്കാർ സലാം പറയാന്നുള്ളത് അവരുടെ ഒരു പാഷനാണ്. പക്ഷേ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കൊലയമ വല്ല വിരുന്നാരൊക്കെ ഉണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും, നിങ്ങൾ എപ്പോഴാണ് വന്നത് എന്നൊക്കെ ചോദിക്കാന്നല്ലാതെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീട്ടുകാർക്ക് സലാം പറയുക എന്ന ആ ഒരു നല്ല മാതൃക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല റജുലു ബൈതഹു ഫദക്കറല്ലാഹ ഇൻദ ദുഖൂലി വഇൻദ തുആമി, ഒരു മനുഷ്യൻ വീട്ടിലേക്ക് കയറുമ്പോഴും അയാൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴൊക്കെ ബിസ്മില്ലാ
അള്ളാഹുവിന്റെ പേരുച്ചരിച്ചുകൊണ്ടാണ് അയാൾ വീട്ടിലേക്ക് കയറുന്നതും ആ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നതൊക്കെ എങ്കിൽ അത് നടക്കുമ്പോൾ പിശാച് പറയുന്ന ഈ വീട്ടിൽ നമുക്ക് കിടക്കാനും പറ്റൂല, ഇവിടുന്ന് ഭക്ഷണം കഴിക്കാനും പറ്റൂല. നേരെ മറിച്ചൊരു മനുഷ്യൻ ബിസ്മി ചെല്ലാതെ അയാൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്നു, അയാൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചെല്ലാതെ ഭക്ഷണം കഴിക്കുന്നു. ആ സമയത്ത് പിശാച് പറയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അദ്റക്തുമുൽ മബീത് വൽ അശാ, ഇന്നത്തേക്ക് കിടക്കാനുള്ള സ്ഥലവും ഭക്ഷണവും ഇവിടെ കിട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ല, ഒരു തടസ്സമല്ല, നമുക്ക് കയറാം. അപ്പൊ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മി ചൊല്ലുക. അതേപോലെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിസ്മില്ലാഹി വലജ്ന വബിസ്മില്ലാഹി ഖറജ്ന വഅലല്ലാഹി റബ്ബനാ തവക്കൽന. വീട്ടിലേക്ക് കയറുമ്പോഴുള്ള പ്രാർത്ഥന, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന, ഈ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് നമ്മുടെ വീടിനെ എപ്പോഴും നമ്മൾ നമ്മുടെ മതവുമായിട്ടും വിശ്വാസവുമായിട്ടും ഇങ്ങനെ ബന്ധിപ്പിച്ച് നിർത്തണം. അതെങ്ങനെയാണ്? അതിനെങ്ങനെ ചുമരുമ്പോൾ തവക്കൽത്തു അലല്ലാഹ് എഴുതിയത് കൊണ്ടോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ എഴുതിയത് കൊണ്ടോ, വീടിന്റെ ചുമരിൽ മനോഹരമായ കാലിഗ്രാഫിയിൽ വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ എഴുതി വെച്ചത് കൊണ്ടോ നമ്മുടെ വീട് ഒരു ഇസ്ലാമികമായ വീടാവൂല. നമ്മുടെ വീട് ഒരു ഇസ്ലാമികമായ വീടാവണമെങ്കിൽ ഏറ്റവും പ്രധാനമായ മറ്റൊരു കാര്യം കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നാളെ സ്വർഗത്തിന്റെ വാസന പോലും കിട്ടാത്ത മൂന്നാളുകളെ പറ്റി പ്രവാചകൻ പഠിപ്പിച്ചു. സലാസ് ഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, മൂന്നാളുകൾക്ക് അള്ളാഹു സ്വർഗം നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഒരു സ്വർഗത്തിലേക്ക് എത്താൻ കഴിയില്ല. ഒന്ന് മുദ്മിനുൽ ഖംറാണ്, ഇന്ന് എപ്പോഴും കള്ളു കുടിച്ച് അങ്ങനെ സ്ഥിരം കള്ളു കുടിയാണ് ഒരാള്. മറ്റൊന്ന് വല്ല ആക്കാണ്. മൂന്നാമത്തേത് പ്രവാചകൻ പറഞ്ഞത് ദയ്യൂസ്. എന്താ ദയ്യൂസ് നിങ്ങൾ? ദയ്യൂസ് എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ വേണ്ടാത്തരങ്ങളും വൃത്തികേടുകളൊക്കെ നടക്കുമ്പോൾ നോ പറയുന്നതിന് പകരം അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കുന്ന ആള്. നമ്മളെ വീട്ടിലൊക്കെ മക്കളൊക്കെ വിദൂരത്ത് പഠിക്കുന്ന മക്കളൊക്കെ കൂട്ടുകാരുമൊത്ത് വീട്ടിലേക്ക് വരുമ്പോൾ കുപ്പിയായിട്ട് കയറി വരുമ്പോൾ അതിനുള്ള സൗകര്യം, തണുത്ത വെള്ളം സോഡയൊക്കെ ഫ്രിഡ്ജിൽ നിന്നും മറ്റൊക്കെ എടുത്തു കൊടുക്കുന്ന വീട്ടുകാർ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സങ്കടത്തിലാണ്. അതേപോലെ പെൺകുട്ടികളും ആൺകുട്ടികളുമൊക്കെ മഹ്റമുകളല്ലാത്തവർ, കൂട്ടുകാർ, ആൺ സുഹൃത്ത്, പെൺ സുഹൃത്ത് കയറി വരുമ്പോഴും അവർക്ക് താമസിക്കാനും അവർക്ക് ആവശ്യമായ സൗകര്യങ്ങളും വീടകത്തൊരുക്കി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. തെറ്റിനോട് നോ പറയാത്ത ആളുണ്ടല്ലോ, അവന് വെറും തെറ്റല്ല, അവനവന്റെ ദയ്യൂസ് എന്ന് പറഞ്ഞാൽ ആരാരങ്ങൾ അവനവന്റെ സ്വന്തം ആളുകൾ വേണ്ടാത്തരങ്ങൾ ചെയ്യുമ്പോൾ അതിപ്പോൾ നമ്മളൊന്നും ഇപ്പോൾ ഇടപെടാൻ പറ്റും മൗലവി, അത് പോലല്ലേ, ഓല കാലല്ലേ, ഓല എന്തേലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് എല്ലാത്തിനും കല്യാണ വീടുകളിലൊക്കെ വേണ്ടാത്തരങ്ങളുടെ കൂത്തരങ്ങായി മാറ്റുന്നത് വീട്ടുകാരല്ല, പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാ. പക്ഷെ അതിനോട് നോ പറയാൻ ഇവർക്ക് പറ്റുന്നില്ല. അതിനെ കൂടെ നിന്നു കൊടുക്കുക. സ്വന്തം മക്കളും വേണ്ടപ്പെട്ടവരും വേണ്ടാത്തരങ്ങൾ ചെയ്യുമ്പോൾ കാശ് മുടക്കി അതിന് സഹായം നൽകുന്ന ആളുകൾ, അവനാണ് ദയ്യൂസ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഏറ്റവും പ്രധാനമായിട്ട് നന്മകൾ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന വീടാവണം. നമ്മുടെ വീട് അള്ളാഹുവിനെ ഓർമ്മിക്കാൻ പറ്റുന്ന വീടാവണം. നമ്മുടെ വീട്ടിൽ നിസ്കാരങ്ങൾ ഉണ്ടാവണം. നമ്മുടെ വീട്ടിൽ ഖുർആൻ പാരായണങ്ങൾ ഉണ്ടാവണം. നമ്മുടെ വീട്ടിൽ മതപരമായ സംസാരങ്ങൾ ഉണ്ടാവണം. വീട്ടിലേക്ക് കയറുമ്പോഴും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രവേശനവും പുറത്തേക്കുള്ള വരവും ഉണ്ടാവണം. ആ വീട്ടിൽ അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അനബി മൂസ അശ്അരി റളിയല്ലാഹു അൻഹു, മസലുൽ ബൈത്തിൽ ലദീ യുദ്കറുല്ലാഹു ഫീഹി വൽ ബൈത്തിൽ ലദീ ലാ യുദ്കറുല്ലാഹു ഫീഹി മസലുൽ ഹയ്യി വൽ മയ്യിത്ന. അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന വീട്, അള്ളാഹിനെ കുറിച്ച് ഓർമ്മിക്കുകയും സംസാരിക്കുകയും ചെയ്യാത്ത വീട്, ഈ രണ്ട് വീടും തമ്മിലുള്ള വ്യത്യാസം ജീവിച്ചിരിക്കുന്ന ഒരാളും ഒരു മയ്യത്തും തമ്മിലുള്ള വ്യത്യാസമാണ്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ജീവുള്ള ഒരു മനുഷ്യനും മയ്യത്തായ ഒരു മനുഷ്യനും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? അത്ര വ്യത്യാസമുണ്ട്. അള്ളാഹിനെ കുറിച്ച് ഓർമ്മിക്കുകയും അള്ളാഹിനെ കുറിച്ച് പറയുകയും അള്ളാഹ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന വീടും, ആ ജാതി ഒരു കാര്യമല്ല അങ്ങനത്തെ വീടും, ഈ രണ്ട് വീടും തമ്മിലുള്ള വ്യത്യാസം ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനും തമ്മിലുള്ള വ്യത്യാസമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അപ്പോൾ വീട് വെക്കുമ്പോൾ, എനിക്കൊരു വീടുണ്ടാവണം ആഗ്രഹിക്കുമ്പോൾ, ആ വീട്ടിൽ നമ്മൾ പാർക്കുമ്പോൾ, എനിക്കൊരു വീടുണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ, ആ വീട് നമ്മുടെ
പരലോകത്തിലെ സ്വർഗത്തിലെ മനോഹരമായ വീട്ടിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു വീടാവണം. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് തഹരീമിലെ 11-ാമത്തെ വചനത്തിൽ ഫിറഔനിന്റെ കഠിനമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ഫിറഔനിന്റെ കൊട്ടാരത്തിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഫിറഔന്റെ ഭാര്യ ഇംറാഅത്തു ഫിറഔൻ, അവർ നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട് ഖുർആനിൽ. ലറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറാഅത്ത ഫിറഔൻ. ലോകത്തിലെ സത്യവിശ്വാസികൾക്ക് അള്ളാഹു 2 ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 2 സ്ത്രീകളാണ്. ഒന്ന് ഫിറഔന്റെ ഭാര്യയാണ്, മറ്റൊന്ന് ഈസാ നബിയുടെ മാതാവ് മറിയമാണ്. ഈ 2 ആളുടെയും ജീവിതത്തെ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ഒരു മാതൃകയായിട്ട് അള്ളാഹു തആല നിശ്ചയിച്ചു തന്നതാണ്. അതിൽ ഇംറാഅത്തു ഫിറഔൻ റബ്ബിനോട് നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട്. ഇത് കാലത്ത് അവൾ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ബിനിലി ഇൻദക ബൈതം ഫിൽ ജന്ന. പടച്ചോനെ, സ്വർഗത്തിൽ നിന്റെ അടുത്ത് നീ എനിക്കൊരു വീട് തരണം കേട്ടോ. അതാണ് എൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹം. അതാവണം നിങ്ങളുടെയും ഏറ്റവും വലിയ ആഗ്രഹം. എത്ര വില കൂടിയ സ്ഥലത്ത് എത്ര വലിയ വലിയ വ്യാപ്തിയുള്ള വീട് നിർമ്മിക്കുക എന്നതിനപ്പുറം നാളെ സ്വർഗത്തിൽ പടച്ച റബ്ബിനെ കണ്ടുകൊണ്ടിരിക്കാൻ അനശ്വരമായ ഒരു വീട് എനിക്ക് കിട്ടണം. ആ വീട്ടിലേക്കുള്ള യാത്രയിലെ ഒരു ഇടത്താവളമാണ് നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാക്കുന്ന വീടുകൾ. അത് കാലാകാലത്തേക്ക് ഉണ്ടാവൂല, ഉണ്ടായാൽ തന്നെ നമുക്കത് കിട്ടൂല. അതങ്ങനെ മാറി മറിഞ്ഞ് നോക്കൂ. ഈ അങ്ങാടിയിൽ കെട്ടിയ വീടുകളൊക്കെ ഇതാര് കെട്ടിയ വീടുകളാണ്? അതൊക്കെ ഇപ്പൊ ആരുടേതാ? ഓരോരുത്തരുണ്ടാക്കിയ വീടുകൾ ഇപ്പം ആരാ പാർക്കുന്നത്? അല്ലേ? അതങ്ങനെ മാറിയും മറിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന വീട് അത് നമ്മുടെ വീടാവണമെങ്കിൽ ആ വീട്ടിലൂടെ നമുക്ക് സ്വർഗത്തിൽ ഒരു വീട് കിട്ടാൻ പര്യാപ്തമായ വീടാവണം. ആ രൂപത്തിൽ നമ്മുടെ വീടിനെ കൈകാര്യം ചെയ്യണം. ആ രൂപത്തിൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ അവസ്ഥകളെ നമ്മൾ മാറ്റിയെടുക്കണം. അതിന് തടസ്സമാകുന്ന, നാളെ സ്വർഗം കിട്ടാൻ തടസ്സമാകുന്ന ഒന്നും വീടുകളിൽ ഉണ്ടാവരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അനാവശ്യമായി അത്യാവശ്യമല്ലാത്ത ആർഭാടങ്ങൾക്ക് വേണ്ടി നായകളെ വളർത്തുന്ന വീട്, അതേപോലെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കപ്പെട്ട വീട്, ആ വീടുകളിലേക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിന്റെ മലക്കൽ അബീ തുൽഹത്തുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു ലാ തദ്ഖുലുൽ മലായിക ബൈതൻ ഫീ കൽബിൻ വലാ സൂറ. ഇതുപോലത്തെ നായ്ക്കളെ വളർത്താം, കാവലിന്, സുരക്ഷയ്ക്ക്, സുരക്ഷിതത്വത്തിനൊക്കെ നായ്ക്കളെ വളർത്താം. അതിനപ്പുറത്തേക്ക് ഒരാഡംബരത്തിന് വേണ്ടി വളർത്തുന്ന, അതേപോലെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കപ്പെട്ട വീടുകൾ, മനുഷ്യന്റെ ജീവനുള്ള വസ്തുക്കളുടെയൊക്കെ ചിത്രങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ചിലപ്പോഴൊക്കെ ചില കലണ്ടറുകളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ കലണ്ടറുകളിലൊക്കെ ഇത്തരം ചിത്രങ്ങൾ കാണപ്പെടുന്നുണ്ട്. അതൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ നമ്മുടെ വീട്ടിൽ വന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇല്ലാതാവുന്നതിനുള്ള തടസ്സങ്ങളാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വീടുകൾ മനോഹരമാവട്ടെ. ഒരു വീടിൻ്റെ മനോഹാരിത അതിന് ദീനുമായുള്ള ബന്ധമാണ്. ആ വീട് നമുക്ക് അനുയോജ്യമായ വീടാകുന്നത് നമ്മുടെ പാരത്രിക ജീവിതത്തിന് ആ വീട് നമുക്ക് സഹായകമാകുമ്പോഴാണ്. അല്ലാത്ത കൊട്ടാരങ്ങളിൽ നമ്മൾ പാർത്താലും ആ കൊട്ടാരങ്ങൾ നമ്മുടെ ദുന്യാവിലെ ജീവിതത്തിന് മാത്രം പറ്റുന്ന, പരലോകത്തേക്ക് പറ്റാത്ത വീടാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം ആ വീടായിരിക്കും എന്നുകൂടി നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു അയ്യുഹന്നാസ് തഖുല്ലാഹ്. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിൻ്റെ വീടാണ് പള്ളികൾ. നമ്മൾ ഇരിക്കുന്നത് ഇപ്പോൾ അള്ളാഹുവിൻ്റെ വീട്ടിലാണ്. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ, ഒരു വലിയ ഉദ്യോഗസ്ഥൻ്റെ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഉയർന്ന സ്ഥാനവും സ്വാധീനമുള്ള ഒരു വ്യക്തിയുടെ വീട്ടിൽ നമ്മൾ ചെന്നാൽ ആ വീട്ടിൽ നമ്മൾ പാലിക്കുന്ന മര്യാദകൾ എന്തൊക്കെയായിരിക്കും? ഇരിക്കാൻ പറ്റുന്നിടത്തെ ഇരിക്കൂ, ഇരിക്കാവുന്ന രൂപത്തിലേ ഇരിക്കൂ, അവിടെ ബഹളങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ എന്താവശ്യങ്ങൾക്ക് പോയോ ആ ആവശ്യങ്ങളാണ് നിർവഹിക്കപ്പെടേണ്ടത്. കൃത്യമാണ് കാര്യങ്ങളൊക്കെ. അള്ളാഹു പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ റബ്ബ്, അല്ലേ? എല്ലാത്തിൻ്റെയും സൃഷ്ടാവായ റബ്ബിൻ്റെ ഭവനത്തിലാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. ആ പള്ളിയിൽ അള്ളാഹു നിശ്ചയിച്ച നിയമങ്ങളും നിർദ്ദേശങ്ങളും
നമ്മൾ പാലിക്കപ്പെടേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനം, പള്ളിയിൽ ഒരാൾ വന്നാൽ ആദ്യം ചെയ്യേണ്ടത് 2 റക്അത്ത് നിസ്കരിക്കുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയാഴ്ച ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കെ ഒരാൾ പള്ളിയിലേക്ക് കയറി വന്നു. പ്രവാചകന്റെ ഖുതുബ ശ്രദ്ധിച്ചുകൊണ്ട് അയാൾ അവിടെ ഇരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ചത്, നീ നിസ്കരിച്ചോ? ഇല്ല. ഖുതുബി തന്നെ ചോദിക്കണേ, നീ നിസ്കരിച്ചോ? ഇല്ല. എങ്കിൽ വേഗം 2 റക്അത്ത് നിസ്കരിക്ക്, എന്നിട്ട് ഇരുന്നോ. അത് ഏത് സമയത്തും പള്ളിയിലേക്ക് വന്ന ആ നിസ്കാരത്തിന് തഹിയ്യത്ത് നിസ്കാരം എന്നാ പറയാം. 2 വിശ്വാസികൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോഴുള്ള തഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ അഭിവാദ്യം എന്നർത്ഥം. അസ്സലാമു അലൈക്കും എന്ന് പറയില്ല, നമുക്കറിയാലോ. നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോഴുള്ള അഭിവാദ്യം സലാം പറയലാണെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് നമ്മൾ കയറി വരുമ്പോഴുള്ള അള്ളാഹുവിന് നമ്മൾ കൊടുക്കുന്ന അഭിവാദ്യമാണ് ആ 2 റക്അത്ത് നിസ്കാരം. അതിൽ മടിക്കരുത്. പള്ളിയിലേക്ക് കയറിയാൽ ഉടനെ വളരെ ചെറുതായിട്ട് 2 റക്അത്ത് നിസ്കരിക്കാം. ആ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പള്ളിയിൽ ഇരിക്കണം. എവിടെയാണ് ഇരിക്കേണ്ടത്? 1ാമത്തെ സഫിലാണ് ഇരിക്കേണ്ടത്. ആ സഫിലാണ് നമ്മൾ ഇരിക്കേണ്ടത്. ആ സഫ് പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സഫിലേക്ക് ഇരിക്കാം. അടുത്ത അങ്ങനെ പോവാം. ഈ സഫിൽ നമ്മൾ ഇരിക്കുന്ന സമയം അത്രയും, നമസ്കാരം പ്രതീക്ഷിച്ച് നമ്മൾ എത്ര നേരം ആ സഫിൽ ഇരിക്കുന്നോ ആ സമയം അത്രയും നമ്മൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന കൂലി അള്ളാഹു നമുക്ക് തരുന്ന. 10 മിനിറ്റ് നിസ്കരിക്കുക പറഞ്ഞാൽ അതിൻ്റെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഒരാൾ 10 മിനിറ്റ് ഈ സഫിൽ ഇരുന്നാൽ അയാൾക്ക് ആ നിസ്കാരത്തിൻ്റെ കൂലി ഉണ്ടതാണ്. അപ്പോൾ പള്ളിയിലേക്ക് എത്തുക, 2 റക്അത്ത് നിസ്കരിക്കുക. നമ്മൾ എന്ത് ചെയ്യുക? സഫിലേക്ക് ചേർന്ന് വിടവില്ലാതിരിക്കുക. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വെള്ളിയാഴ്ച നേരത്തെ പള്ളിയിലെത്തുക. ഏറ്റവും ആദ്യം പള്ളിയിലെത്തുന്നവർക്ക് ഒരു ഒട്ടകത്തിനെ അറുത്ത് അതിൻ്റെ മാംസം മുഴുവനും ദാനം ചെയ്തവൻ്റെ കൂലിന്നതാണ്. പിന്നെ അങ്ങനെ വരുന്നവർക്ക് കുറഞ്ഞ് ഇങ്ങനെ വരും. ബാങ്ക് കൊടുത്ത ശേഷം ഒരാൾ പള്ളിയിലേക്ക് വന്നാൽ ജുമയൊക്കെ ശരിയാവും. പക്ഷേ വെള്ളിയാഴ്ച കൊണ്ട് കിട്ടുന്ന ഒരു കൂലിയുണ്ട്, ഒരു പ്രത്യേക കൂലി. ആ കൂലി അവന് കിട്ടൂല. കാരണം ബാങ്ക് കൊടുക്കുന്നത് വരെ ഓരോരുത്തർ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ മുൻഗണനാക്രമം രേഖപ്പെടുത്തി അവർക്കുള്ള പ്രതിഫലം രേഖപ്പെടുത്തി മലക്കുകൾ ആ പള്ളിയുടെ വാതിൽക്കൽ ഉണ്ടാവുന്ന. ഇമാം മിമ്പറിൽ കയറി ബാങ്ക് കൊടുത്താൻ തുടങ്ങിയാൽ ആ മലക്കുകൾ അവരുടെ പട്ടിക അടച്ചു വെച്ച് അവർ ഖുതുബ കേൾക്കുന്നതിന് വേണ്ടി പള്ളിയിലെ സഫുകളിൽ വന്നിരിക്കുന്നു. അവിടെയൊക്കെ അള്ളാഹിൻ്റെ മലക്കുകൾ ഇരിക്കുന്ന പള്ളിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ പള്ളിയിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വന്നാൽ നേരത്തെ, പ്രത്യേകിച്ച് വെള്ളി നമുക്ക് കിട്ടുന്ന കൂലി അള്ളാഹ് ഖുർആനിൽ പറഞ്ഞേ, സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. സാരിഉ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ സുറ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാത്ത? സാരിഉ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് വേഗത്തിൽ ചെയ്തോളി. എന്ത്? ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. റബ്ബിന്റെ പാപമോചനത്തിലേക്കും റബ്ബിന്റെ സ്വർഗത്തിലേക്കുമുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തോളി. ഇത് എപ്പോഴും നിൽക്കുന്നറിയില്ല. ഇതെപ്പോഴും ഒരൊറ്റടിക്കാൻ നിൽക്കും. ഇരുന്ന ഇരിപ്പിൽ ഒരൊറ്റ മറിച്ചിൽ മറിഞ്ഞാൽ കഴിഞ്ഞ് തീർന്ന് പിന്നെ അസറിന് ശേഷം മയ്യത്ത നിസ്കരിക്കുക. ഇത്രയേ ഉള്ളൂ. ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പൊ സാരിഴുന്ന വേഗം, അത് എന്തിനാണ്? വേറെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ദുന്യാവിൽ ₹1 1ാമത്തെ സഫിലിരിക്കുന്ന ആൾക്കാർക്ക് ജുമാ കഴിഞ്ഞ് പോകുമ്പോൾ ഓരോ ₹1,000 കൊടുക്കുമെന്ന് പറഞ്ഞാൽ എന്തൊരു തിരക്കേക്കാരി സഫ് കാര്യങ്ങൾ. ഇത് അതിനപ്പുറത്തേക്ക് സ്വർഗത്തിലെ അനശ്വരമായ കൂലി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങാതെ വാശി പിടിക്കാൻ മാത്രം നമ്മൾ തേഞ്ഞ ആൾക്കാരാ. എനിക്കതൊക്കെ തേഞ്ഞിക്കണം, എൻ്റെ കാര്യം സലാമത്തയക്കണം, ഇനി വാണ്ടോളി ഇരുന്നുകാണ്ട് വാങ്ങിക്കോളി എന്ന് പറയാൻ മാത്രം പരലോകത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ധന്യരായിട്ടുണ്ടോ? ഇനിയും കിട്ടണ്ടേ? കിട്ടിയത് കുറച്ചല്ലേ. അതുകൊണ്ട് വെള്ളിയാഴ്ച നമ്മൾ പള്ളിയിൽ വന്നാൽ സൊഫിലേക്ക് അടുപ്പ. പ്രശ്നം എന്താ വെച്ചാൽ AC ഒരു പ്രശ്നമാണ്. അല്ലെങ്കിൽ തന്നെ അങ്ങനെ കുരങ്ങിന് ഏണി കിട്ടിയ മരിക്കാം. ഇപ്പം AC അല്ലേ, നമുക്ക് ഇരിക്കാൻ പറ്റും. AC ആവശ്യത്തിന് കിട്ടാൽ മതി. ഇപ്പം ലേശം തണുപ്പുകാലൊക്കെ അല്ലേ AC വെച്ചു എന്നുള്ളത് കൊണ്ട് അതെല്ലാ സമയത്തും ചില ആൾക്കാർ പറയുന്നുണ്ട് പള്ളിയിൽ നിസ്കരിക്കാൻ വരാൻ പറ്റുന്നില്ല. എന്തേ? അവിടെ ഫുൾ AC ആണ്. ആവശ്യത്തിന് കിട്ടാൽ പോരെ? AC ആവശ്യമാണ്, എനിക്ക് AC ആവശ്യമാണ്. അതേപോലെ തന്നെ ഈ പള്ളിയിൽ വരുന്ന ആളുകൾക്ക് AC കൊണ്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവാം. അവരുടെ സൗകര്യമല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടതില്ലേ? നിനക്ക് വേണ്ടി നീ ഇഷ്ടപ്പെടുന്നത് നിന്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുമ്പോഴല്ലേ ഞാനും നിങ്ങളൊക്കെ മുസ്ലിം ആവുള്ളൂ. ഞാൻ തണുപ്പിൽ നിസ്കരിക്കാൻ ഇഷ്ടമാണ്.
എന്നാൽ അത്ര തണുപ്പ് പറ്റാത്ത സഹോദരൻ ഉണ്ടെങ്കിൽ അയാളും ഒന്ന് നിസ്കരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോഴല്ലേ എൻ്റെ നിസ്കാരം കൊണ്ട് എനിക്ക് കാര്യമുള്ളൂ. അപ്പോൾ മേലെ സ്ത്രീകൾ നിസ്കരിക്കുന്നിടത്തൊക്കെ AC-യുടെ പ്രയാസം പറഞ്ഞ് പള്ളിയുടെ ഒന്നാമത്തെ സഫിൽ ഇരിക്കാൻ വന്നിട്ട് സങ്കടപ്പെട്ട് ആ സഫ് ഒഴിവാക്കി പോയ ആൾക്കാരെ സങ്കടമൊക്കെ കേട്ട് അങ്ങനെ ആവരുത്. നമ്മളെ കൊണ്ട് ഒരാൾക്ക് പള്ളിയിൽ ഒരു കൂലി കുറയരുത്, ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് അല്ലേ. കുറച്ചേരൊക്കെ AC ഒക്കെ ഓഫ് ആവാം, ചൂടുള്ള സമയത്ത് ഉപയോഗിക്കാൻ AC, ഫാന്, കാര്യങ്ങളൊക്കെ അതാതാ സ്ഥലത്ത് ഉപയോഗിക്കുക. ആളുകൾ പരമാവധി എന്ത് ചെയ്യുക, പള്ളിയിലേക്ക് അടുത്തടുത്ത് വന്നിരിക്കുക. അങ്ങനെ ഈ സമ്മേളനത്തിനുമാർക്ക് എല്ലാവരും എന്നോട് എപ്പോഴും പറയും ചില ആൾക്കാർ, നിങ്ങൾക്ക് ആ സഫ് ഒന്ന് ക്രമീകരിച്ചോടെ. ഞാൻ പറഞ്ഞ നഴ്സറി കുട്ടികളാ, ആർക്കും അറിയാത്തത് സഫ് നേരെ ഇരിക്കുമ്പോഴാ കൂലി കിട്ടുക എന്നുള്ളത്. ഇത് കുറേ പറയുമ്പോൾ നമുക്കൊരു പ്രശ്നമല്ലേ. അപ്പം നേരത്തെ വന്ന് സഫുകൾ ക്രമീകരിക്കുക, ശരിക്കിരിക്കുക. മാക്സിമം നിങ്ങൾ എത്ര മുമ്പിലിരിക്കണോ അത്ര നിങ്ങൾക്ക് കൂലി. നിങ്ങൾ എത്ര ബാക്കിലേക്ക് പോകുന്നുണ്ടോ അത്രയും ആ കൂലി കുറഞ്ഞു വരിക. ആർക്കത് കുറയേണ്ടേ? അപ്പോൾ മാക്സിമം വരുന്ന ആൾക്കാർ മുമ്പിലേക്ക് ഇരിക്കുക. കസേരയിൽ ഇരുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ചില പള്ളികളിലൊക്കെ കസേര ഒഴിവാക്കിയിട്ട് സ്റ്റൂളുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തോ പറഞ്ഞ് ഉറക്കം കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞത്. അതിനകത്ത് തണുപ്പത്തൊക്കെ ചാരി നിന്ന് പിന്നെ പ്രസംഗമല്ലേ അരമണിക്കൂർ, അല്ലെങ്കിൽ തന്നെ കുത്തുബ നീളം കൂടുതലാണെന്നാ, ഉറങ്ങുന്ന ആൾക്കാർക്ക് നല്ല സുഖമാണെന്നാ. ഇത് കുത്തുബ നീളം കൂടാൻ കാരണം ആകെ വയതും പ്രസംഗമൊന്നും എവിടെയും കിട്ടണില്ല, ആരോട്ട് പോവില്ല, നടത്തണമില്ല, ആകെ ആഴ്ചയിൽ സംസാരമല്ലേ, അതുകൊണ്ട് കിട്ടിക്കോട്ടെ ഇത് നീട്ടുകയാണ്. പക്ഷേ അത് ഉറങ്ങാനാവരുത്. നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് കസേരകൾ മാറ്റണം. ചെറിയ സ്റ്റൂൾ, ഗൾഫിലെ ചെറിയ സ്റ്റൂൾ ഉറങ്ങാൻ തോന്നിയാൽ മതി താഴത്തും. അതുകൊണ്ട് നല്ല കണ്ടീഷനിൽ ഇരിക്കാൻ പറ്റിയ നല്ല സ്റ്റൂളുകളൊക്കെ ആണെങ്കിൽ ഒന്ന് മറ്റേ ഉറക്കം കൂടുതലുണ്ട്. അതേപോലെ തന്നെ അതൊക്കെ പള്ളിയിൽ, അള്ളാൻ്റെ പള്ളിയിൽ നമ്മൾ വന്നിട്ട് നമ്മളങ്ങനെ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ അല്ല, ഷുഗറൊക്കെ ഉള്ള അസുഖമുള്ള ആൾക്കാരൊക്കെ അല്ലാത്തവരൊക്കെ ചെയ്യാറുണ്ട്. അത് ഏറ്റവും വലിയ അലസതയും ഏറ്റവും വലിയ അള്ളാഹുവിനോടുള്ള അവഗണനയുമായിട്ടല്ലേ പരിഗണിക്കപ്പെടുക. അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ സാധാരണ ദിവസങ്ങളിലൊക്കെ ഇത് വെള്ളിയാഴ്ച മാത്രമല്ല, എല്ലാ ദിവസത്തിനും എല്ലാ നിസ്കാരത്തിനും ബാധക. പക്ഷെ പല ആൾക്കാരും പുറത്തുനിന്ന് ഇങ്ങനെ വർത്താനം പറയും. ഇഖാമത്ത് കേൾക്കുമ്പോൾ ഒന്നുണ്ടാക്കിയ ഒറ്റ ഓട്ടം പള്ളികൾക്ക്. നിങ്ങൾക്ക് നേരത്തെ പള്ളിക്കെത്താൻ പറ്റിയെങ്കിലേ അത് അള്ളാഹു തരുന്ന ഒരു നിഅമത്താണ്. അത് എത്ര ആൾക്കാർ നിങ്ങൾ ഒരു വക്ത് പള്ളിയിലൊന്ന് നിസ്കരിക്കാൻ ആഗ്രഹിച്ചിട്ട് അതിന് പോകാൻ പറ്റാതെ ജോലി തിരക്കും ജോലിയുടെ സ്വഭാവങ്ങളുമായിട്ട് കരയുന്ന ആൾക്കാരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഗൾഫിൽ പോയിട്ടേ മക്കത്ത്, അയാൾ പറയാം, ഞാൻ മക്കത്ത് പണി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിച്ച ഉസ്താദ് ഹറമിൽ 5 നേരം നിസ്കരിക്കാലോ, പക്ഷേ ഒരൊറ്റ വക്ത് എനിക്ക് പോകാൻ പറ്റുന്നില്ല. അയാൾ കരയാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരാൾക്ക് പള്ളിക്ക് നേരത്തെ എത്താൻ പറ്റിക്കണമെങ്കിലേ അതൊരു വലിയ കിട്ടല, പഠിച്ചോൻ തരുന്ന വലിയ നിയമത്താ. അത് നമ്മൾ പുറങ്കാലോണ്ട് തട്ടിക്കളയരുത്. നേരെ വരിക നിസ്കരിക്കാൻ വേണ്ടി. ഒരു ജമാഅത്ത് നിസ്കാരത്തിൻ്റെ കൂലി പൂർണ്ണമായിട്ട് എപ്പോഴാണ് കിട്ടുക? നിങ്ങൾ ഇമാമ് അല്ലാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ സൊഫിൽ ഉണ്ടാവണം. അപ്പോൾ ഓടി വന്ന് ഒന്നുണ്ടാക്കി ഇമാമിൻ്റെ തക്ബീർ കേട്ട് ഓടിപ്പാഞ്ഞ് വന്നാൽ ഓൻ ആ ജമാഅത്തിൻ്റെ പൂർണ്ണ കൂലി നഷ്ടപ്പെടും. ഒരു ജമാഅത്തിൻ്റെ പൂർണ്ണമായ കൂലി കിട്ടൽ ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ സൊഫിലുള്ള ആളുകൾക്കാണെന്ന അവിടുന്ന് തുടങ്ങുക. പിന്നെ ഇങ്ങനെ കുറഞ്ഞിങ്ങനെ വരും. അപ്പം നമ്മൾ ഇക്കാമത്ത് കേൾക്കാൻ നിൽക്കണ്ട, വേഗം പള്ളിയിലേക്ക് കയറി നമ്മുടെ പരലോകത്തിന് ആവശ്യമായത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീന് മനസ്സിലാക്കി പാരത്രിക വിജയത്തിന് വേണ്ടി പരമാവധി പണിയെടുക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഈമാനും ഇഖ്ലാസും പ്രദാനം ചെയ്യുമാറാവട്ടെ. കഷ്ടപ്പെട്ട് എടങ്ങേറായി ഒരുപാട് പ്രയാസപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ വീടുകൾ നമ്മുടെ സ്വർഗം നഷ്ടപ്പെടുത്തുന്ന വീടാവാതെ അത് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന വീടായി അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ. നമ്മുടെ വീടകങ്ങളിൽ അള്ളാഹുവിൻ്റെ ദീനിനെ ഓർമ്മിക്കുന്ന അനുസ്മരിക്കുന്ന നല്ല വീടുകളാക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും കഴിവും ഈമാനും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.